ഇന്ന് നമുക്ക് ഒരു ഫുൾ ചിക്കൻ എങ്ങനെ ഒരു കുക്കറിൽ സ്റ്റീം ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ സ്റ്റീം ചിക്കൻ. ഏകദേശം 4 കിലോ വരെ തൂക്കമുണ്ട് ഈ ചിക്കന്. ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കത്തി വെച്ച് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുകയാണ്. വരഞ്ഞു കൊടുക്കുന്നതിനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. നല്ലോണം നല്ല കട്ടിയുള്ള ഇറച്ചിയായതുകൊണ്ട് തന്നെ ആഴത്തിൽ തന്നെ ഇങ്ങനെ മുറിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഞങ്ങളിങ്ങനെ മൊത്തമായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിരിക്കുകയാണ്. ഓരോ വര ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വരഞ്ഞ് ഞങ്ങൾ കാണാൻ പാകത്തിൽ ഇങ്ങനെ മുന്നിലും പുറകിലുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ മൊത്തത്തിൽ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമായ കൂട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. കാന്താരി മുളക്, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ മല്ലിയില. ഒരു ബൗളിൽ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, അത് കുമിട്ടി മുളകാണ്. പിന്നെ 3 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നേരത്തെ കണ്ടിച്ച എല്ലാം കൂടെ മിക്സിയിൽ അരച്ചെടുത്തതും കൂടെ കൂട്ടി യോജിപ്പിക്കുക. ഇങ്ങനെയാണ് ആ മിശ്രിതം നമുക്ക് ലഭിക്കുക. ഇതാണ് നമ്മുടെ മസാല. ഇനി തയ്യാറാക്കി വെച്ച ആ മസാല ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഇതാണ് ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച് വെച്ച രൂപം. ഇച്ചിരി കറിവേപ്പിലയും കൂടെ വെച്ച് അതിനെ നമ്മൾ നന്നായിട്ടൊന്ന് ഇനി 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഈ 1 മണിക്കൂർ എന്ത് ചെയ്യുന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ കുട്ടീസ് പറയുന്നത് നമുക്ക് ഡാമിലൊന്ന് കുളിക്കാൻ പോകാമെന്ന്. ആവേശത്തോടെ അവളുടെ കൂടെ അങ്ങ് ഡാമിലേക്ക് പോയി. നല്ല വയനാട്ടിൽ നല്ല കാഴ്ചകളാണ് ഈ നിങ്ങൾ കാണുന്നത്. നല്ല വയലോരം, അതുപോലെ തന്നെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ വയൽവരമ്പിലൂടെ ഡാമിലേക്ക് കുളിക്കാൻ പോയി. ഡാമിലെത്തുമ്പോഴേക്ക് വെള്ളമാണ് തീരെയില്ല. എന്നാലും മുങ്ങിപ്പെരങ്ങി കുളിച്ച് വീട്ടിലേക്ക് മടങ്ങി. അപ്പോഴേക്കും റെസ്റ്റ് ചെയ്യാൻ വെച്ച സാധനം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുക്കറിൽ ഒരു ഇഡ്ഡലി പാത്രത്തിൽ ഇത് വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ചിക്കൻ നേരിട്ട് കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിന് വെള്ളം എടുത്ത് നമ്മുടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ നല്ല വാഴയിൽ പൊതിഞ്ഞെടുക്കാൻ പോവാണ്. വാഴയിൽ എടുത്ത് വെച്ച് നന്നായി പൊതിഞ്ഞ് കെട്ടിയിട്ടാണ് നമ്മൾ കുക്കറിനകത്തേക്ക് ഇവനെ ഇറക്കി വെക്കുന്നത്. ഇതിനെ മൊത്തത്തിൽ നമുക്ക് പൊതിഞ്ഞെടുക്കാൻ പറ്റുന്നില്ല, അത്രയും വലിയ ചിക്കനാണ്. നമ്മൾ 2 വാഴയില 3 വാഴയില എടുത്തിട്ടുണ്ട്. 3 വാഴയില എടുത്ത് നന്നായിട്ട് ഇവനെ പൊതിഞ്ഞ് വെച്ച് കെട്ടി കൊടുക്കുകയാണ്. അങ്ങനെ ആളെ എടുത്ത് ഒരു വിധത്തിൽ കെട്ടി പാക്കാക്കി ഈ കുക്കറിനേക്ക് എടുത്ത് വെക്കേണ്ട ഒരു ഇതും കൂടി ഉണ്ട് നമുക്ക്. ഇതൊരു സാഹസികം തന്നെയാണ്. കുക്കറിലേക്ക് അവനെ എടുത്ത് ഇങ്ങനെ താഴ്ത്തി കൊടുത്തു. അപ്പോഴേക്കും കൊക്കരക്കോ എന്ന് പറഞ്ഞ് ആളുടെ കഴുത്ത് പുറത്തേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പണി വാളിയെന്ന് തോന്നി. 7 ലിറ്ററിൻ്റെ കുക്കറെടുത്ത്, എന്നാലും ആൾ മൊത്തമായിട്ട് താഴെ നിൽക്കുന്നില്ല. അങ്ങനെ ഞാൻ 2 പീസാക്കി. ലെഗ് പീസ് വേറെയും അങ്ങോട്ട് ചെസ്റ്റ് പീസ് വേറെയാക്കി 2 ഭാഗങ്ങളായിട്ടാണ് അവനെ പുഴുങ്ങിയെടുത്തത്. എന്നിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പാകത്തിൽ 2ഉം കൂടെ എടുത്ത് വെച്ച് സെറ്റായി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചിക്കൻ സ്റ്റീം ചിക്കൻ. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്ക് ശരീരത്തിന് ആവശ്യത്തിന് പ്രോട്ടീനൊക്കെ കിട്ടും. എണ്ണയൊന്നും ചേർക്കാത്തതുകൊണ്ട് ആർക്കും കഴിക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക്.